ഏറ്റവും സ്നേഹമുള്ളവരെ, 2024 എന്നേക്കുമായി നമ്മളിൽ നിന്ന് അകന്നു പോകുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ അങ്കുരിക്കുന്ന ഒരു കാര്യം ബൈബിളിൽ പറയുന്ന ഒരു സംഭവമാണ്. യേശു നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന അവസരത്തിൽ 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് വിളിക്കുകയാണ്, യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ. യേശു അവരുടെ കാര്യം മനസ്സിലാക്കി. അവർക്ക് കുഷ്ഠരോഗമാണ്. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതരെ കാണിച്ചു കൊടുക്കുവിൻ. അവർ പോകുന്ന വഴിയിൽ ആ 10 പേരും സുഖപ്പെട്ടു. എന്നാൽ ഒരാൾ മാത്രം നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അത് ഒരു വിജാതീയനായിരുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. 2024 നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്ന ഈ മണിക്കൂറുകളിൽ ദൈവത്തോടെ നന്ദിയോടെ ഇരിക്കുവാനുള്ള വലിയൊരു വിളിയാണ്, ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 2024 365 ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി നന്മകൾ ലഭിച്ചിട്ടുണ്ട്. കുറേയധികം വേദനകളും ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വിളിച്ചു. ബിബിൻ എന്നാണ് അവൻ്റെ പേര്. അവൻ എന്നോട് പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കുഞ്ഞിവാവ പിറന്നിരിക്കുകയാണ്. 2024 വലിയൊരു സമ്മാനമാണ് ഒരു കുഞ്ഞുവാവ ലഭിക്കുക, ഒരു കുഞ്ഞിനെ ലഭിക്കുക. എൻ്റെ ഭവനത്തിലും ഒരു കുഞ്ഞുവാവ ഉണ്ടായി. അതിന് പേരിട്ടിരിക്കുന്നത് ലൂക്ക എന്നാണ്. പലരുടെയും വിവാഹങ്ങൾ നടന്നു. പലരും നല്ല വീടുകൾ വെച്ചു. വളരെയധികം നന്മകൾ ഈ 2024 കേരളീയരായ ഭാരതീയരായ നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാ മതസ്ഥരും ദൈവത്തോട് നന്ദി പറയുക. ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ച അനന്ത കാരുണ്യത്തിന് നന്ദി പറയുന്നു. ബൈബിളില് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ 136 സങ്കീർത്തനം പറയുന്ന ഒരു വചനമുണ്ട്. ഓ ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്, ഹി ഈസ് ഓൾവേസ് ഗുഡ്. ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുവിൻ, അവിടെ നിന്ന് നല്ലവനാണ്. ആ അധ്യായത്തില് 26 പ്രാവശ്യം പറയുകയാണ്, ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുവിൻ. ഒരിക്കൽ ഒരു സഹോദരി സാമ്പത്തികമായിട്ടും ഭക്ഷണത്തിനും ഒക്കെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ എന്നെ കാണുവാനായിട്ട് വന്നു. ആ അവസരത്തിൽ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ കാര്യം, നീ എന്നും ഈ 136 സങ്കീർത്തനം ചൊല്ലുക. അവൾ എന്നും ചൊല്ലുവാനായിട്ട് തുടങ്ങി. അതിലൊരു വചനമുണ്ട്, ദൈവം എല്ലാ പക്ഷി മൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നു. ഈ വചനം അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഈ സങ്കീർത്തനമൊക്കെ ക്രിസ്തുവിന്റെ വരവിന് ഒത്തിരി നാൾ മുമ്പ്, 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അപ്പൊ ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുന്ന ഒരവസരമാണ് 2024. ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഈ ചെറിയ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നന്മകള്, അനുഗ്രഹങ്ങള് ലഭിച്ചിട്ടുണ്ട്. നന്മ ചെയ്യുന്നവന് വീണ്ടും വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് നമ്മെ ശാരീരികമായി, മാനസികമായി, നമ്മുടെ കുടുംബത്തെ, വ്യക്തി ജീവിതത്തെ സഹായിച്ച എല്ലാവരെയും ഓർക്കുവാനുള്ള ഒരവസരമാണ്. 2024 വേദനാജനകം എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ളത് വയനാട്ടില് ഉരുൾപൊട്ടി എന്നുള്ളതാണ്. ധാരാളം കുടുംബങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. വളരെയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതെല്ലാം നമുക്കറിയാം. ഒരു പ്രതീക്ഷയുള്ളവരായി നമ്മളെ മാറ്റി. ആ പ്രതീക്ഷ എത്രയോ ആളുകളെ, ജനങ്ങള് ഈ അവസരത്തിൽ അവരുടെ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് യുവജനങ്ങള്
അവിടെ മതമുണ്ടായിരുന്നില്ല, അവിടെ രാഷ്ട്രീയമുണ്ടായിരുന്നില്ല. പ്രത്യുത എല്ലാവരും ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ ആ വയനാട്ടിൽ ഉരുൾപെട്ട് അനുഭവിച്ചവർക്ക് മാത്രമല്ല, മരിച്ച് മണ്ണിനടിയിലേക്ക് പോയവരെ രക്ഷിക്കാനും എത്രയോ നമ്മുടെ യുവത്തിടമ്പുകള്, നമ്മുടെ ആളുകള്, അധികാരികള് ശ്രദ്ധിച്ചു. എല്ലാത്തിനും നന്ദി പറയുകയാണ്. 2025 ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരു പുതുവത്സര പുലരിയിലായിരിക്കും നമ്മളൊക്കെ. ആ ജനുവരി 1-ാം തീയതി നമ്മൾ പടക്കങ്ങളൊക്കെ പൊട്ടിക്കും, പൂത്തിരികൾ കത്തിക്കും, എല്ലാം നല്ലത് തന്നെ. ആ പുതുവർഷം ആരംഭിക്കുന്ന ദിവസത്തില് എല്ലാ മതസ്ഥരും ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന ചെല്ലുന്നവരാണ്. ദൈവമേ, വരുവാൻ പോകുന്ന 365 ദിവസങ്ങള് അനുഗ്രഹദായകമാകട്ടെ. ഈ 365 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ വിവാഹം നടക്കുവാൻ ഇടയാകട്ടെ, എനിക്കൊരു വീട് വയ്ക്കാൻ ഇടയാകട്ടെ, എനിക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ ഇടയാകട്ടെ, എൻ്റെ കൃഷിയിടങ്ങൾ അഭിവൃദ്ധിപ്പെടട്ടെ, എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ഈ വർഷം പരീക്ഷ എഴുതുന്ന മക്കള്, 10ലും +2-നും ഒക്കെ പഠിക്കുന്ന മക്കൾ അവരുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തില് നമ്മുടെ മക്കളൊക്കെ ഇനിയാണെങ്കിൽ പോലും നന്നായി പഠിച്ചാല് എല്ലാവരും തന്നെ എല്ലാ വിഷയത്തിനും ഉയർന്ന മാർക്കോടെ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ എല്ലാ 10 വിഷയങ്ങൾക്കും A+ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല വിവാഹങ്ങൾ നടക്കാനിടയാകട്ടെ. ജോലിക്കായി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കട്ടെ. എല്ലാ തരത്തിലുള്ള സമ്പദ് സമൃദ്ധിയും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. 2024 വിഷമങ്ങൾ അനുഭവിച്ച മക്കളോട് പറയുക, ചതഞ്ഞ ഞാങ്കട ഞാൻ ഓടിക്കുകയില്ല, കെടാറായ തിരിയെ ഞാൻ കെടുത്തുകയില്ല. ജീവിതത്തിൽ ചതഞ്ഞു പോയി എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കർത്താവ് പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ ചതഞ്ഞ ഞാങ്ങണ ഓടിക്കുകയില്ല, കെടാറായ തിരി കെടുത്തുകയില്ല. ഈ ഞാങ്കണയെ വെട്ടിക്കളയാതെ രോഗശാന്തിയിലേക്ക്, സൗഖ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, പ്രതീക്ഷയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു വലിയ വർഷമായിരിക്കും 2025. ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും വിവാഹങ്ങൾ നടക്കും, നിങ്ങളുടെ വീടുകൾ വയ്ക്കപ്പെടും, കുഞ്ഞുങ്ങളെ ലഭിക്കും. അപ്പോൾ പ്രതീക്ഷയോടെ തമ്പുരാന്റെ അരികിലേക്ക് ചെന്ന് 2026 ഒരു പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ തിരുമുമ്പിൽ ചെല്ലുക. വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം ദൈവം തീറ്റിപ്പോറ്റുന്നു. ആ ദൈവമാണ് 2024-ലും 2023-ലും 2025-ലും 2026-ലും എല്ലാം വരുന്നത്. ദൈവം നമ്മെ രക്ഷിക്കും. ഈ വചനം കേൾക്കുന്ന മക്കൾ കുറച്ച് വിശ്വസിക്കാം. ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരും. ദൈവത്തിന്റെ ആ പദ്ധതിയിലേക്ക് പോവുക. ദൈവമേ, അങ്ങയുടെ തിരുമുമ്പില് എൻ്റെ എല്ലാ കാര്യങ്ങളും കാഴ്ചവെക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, സൊറാസ്ട്രനായിരിക്കാം, ബുദ്ധമത സന്യാസിയായിരിക്കാം, ബുദ്ധമതത്തിൽപ്പെട്ടവരായിരിക്കാം, ക്രിസ്ത്യാനികളായിരിക്കാം. Only one thing we have to do, we have to submit all our things, all our desires in front of the Lord, in front of the God. ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, 2025 പ്രവേശിക്കുന്ന ഈ ദിവസങ്ങളില് ഈ മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങേക്ക് മുഖം നോട്ടമില്ലാത്തവനാണല്ലോ. മുഖം നോക്കാതെ ഞങ്ങളുടെ കാര്യങ്ങളില്, ഞങ്ങളുടെ കുടുംബത്തില് സമൃദ്ധിയും സമാധാനവും ഉണ്ടാകട്ടെ. ജോബിനോട് പറഞ്ഞല്ലോ, നിന്റെ അറപ്പുരകളില് ധാരാളം ധാന്യങ്ങൾ നിറയും, നിന്റെ കന്നുകാലികൾ 1-4 ഇരട്ടിയായി ലഭിക്കും. ജോബിന് ലഭിക്കുന്നത് അവിടെ എല്ലാവരോടും ക്ഷമിക്കാൻ തയ്യാറായപ്പോഴാണ്. ക്ഷമയുടേതായ ഒരു ദിവസം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ. അതിനായി ജഗദീശ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. സ്നേഹപൂർവം, സണ്ണി പുൽപ്പറമ്പിൽ അച്ഛൻ. സ്നേഹമുള്ളവരെ,
ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഈ വർഷം നമുക്ക് ഉപയോഗിക്കാം. ഭീകരവാദത്തിനെതിരെ നമുക്ക് നമ്മളെ കണ്ട് സാധിക്കുന്ന രീതിയിൽ നമുക്ക് പരിശ്രമിക്കാം. ഭീകരവാദം ഒരു രാജ്യത്തിനും ചേർന്നതല്ല. ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കരുത്. അങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുടുംബങ്ങൾ തന്നെയാണ് നാശത്തിലേക്ക്, വിഷമത്തിലേക്ക്, ദുഃഖത്തിലേക്ക് പോവുകയുള്ളൂ. എല്ലാവരെയും 2025 ആശംസകൾ നേരുന്നതോടൊപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.